തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ടുണ്ടോ കേട്ടോ? വഴി കടന്നിട്ടുണ്ടോ? ഇല്ല. പൊതുവെ പറയുന്നത് മിന്നൽ മുരളി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിഷ് മച്ചാൻസ് വ്ലോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് MGയുടെ തന്നെ കോമറ്റ് എന്ന് പറഞ്ഞ വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ്. 10,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ഓണേഴ്സിനെ വിളിക്കാം. ചാനൽ പേരെങ്ങനെ? ലിതിയ. അപ്പം എൽവിനും ലിതിയയാണ് നമ്മുടെ ഇതിൻ്റെ ഓണേഴ്സ് വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ലിതിയയാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഇവർ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലാവും. നിങ്ങൾ കൊമറ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സംശയമില്ലാതെ ഈ വീഡിയോ കൊണ്ട് എടുക്കാൻ പറ്റുന്നതാണ്. MG കൊമറ്റ് നമ്മൾ കുറേ ആശിച്ചെടുത്തൊരു വണ്ടിയും കൂടെയാണ്. എവിടെ നിന്നാണ് ഈ വണ്ടി എടുക്കുന്നത്? വണ്ടി എടുക്കുന്നത് തെള്ളകം EVM മോട്ടോഴ്സിൻ്റെ MGയുടെ EVM മോട്ടോഴ്സ് എന്നാണ് അവരുടെ. ഓക്കെ, അവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ഇത് നമ്മൾ ഒരു വണ്ടി എടുക്കാൻ നേരത്ത് നമ്മൾ പ്ലാൻ ചെയ്യും, ഇന്ന കളർ എടുക്കണം, ബ്ലാക്ക് കളർ വേണം, അല്ലെ റെഡ് കളർ വേണം. ഏത് കളറായിരുന്നു മനസ്സിലുണ്ടായിരുന്നു? മനസ്സിൽ ബ്ലാക്ക് തന്നെയായിരുന്നു. ഗ്രേയിലേക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിനെനിക്ക് തോന്നുന്നത് ഗ്രീൻ, ഒരു ഇളം ഗ്രീനുണ്ട്, പിന്നെ ബ്ലാക്ക്, വൈറ്റ്. ഓക്കെ, നമുക്ക് ഏറ്റവും താല്പര്യം ബ്ലാക്ക് തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളറിന് വേണ്ടിയിട്ട് പോയപ്പം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കിട്ടിയോ? ബ്ലാക്ക് അവൈലബിൾ ആയിരുന്നു. ഞങ്ങളിതെടുത്തത് ഒക്ടോബർ സമയത്ത് 1 വീക്ക് വണ്ടി കിട്ടി. ഈ വണ്ടി നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് ഒത്തിരി മനസ്സിൽ ഒത്തിരി EV നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയാഗോ, ഇപ്പോൾ ടാറ്റ ആയിക്കൊണ്ട്, ഹുണ്ടായിക്കൊണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി ബ്രാൻഡുകൾക്ക് നമുക്ക് EV ഉണ്ട്. എന്തുകൊണ്ടാണ് MGയുടെ, അതും ചൈന കമ്പനി അല്ലേ, അതിലേക്ക് എങ്ങനെയാണ് വന്നത്? ഏറ്റവും ചെറിയ വണ്ടി വേണമായിരുന്നു. ഏറ്റവും ചെറിയ വണ്ടി, ഡൈമെൻഷൻ കുറഞ്ഞിരിക്കണം. ഏറ്റവും കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട്. ഇനീഷ്യലി സൂചിപ്പിച്ചല്ലോ, ലിതിയാണ് യൂസ് ചെയ്യുന്നത്, വൈഫാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിലെ ബേസിക് ആവശ്യങ്ങൾ, ഡെയിലി നീഡ്സിന് വേണ്ടി ഒരു വണ്ടിയാണ്. അതായത് ഒരു സെക്കൻഡ് കാറിലേക്ക് ഡിസിഷൻ വന്നപ്പോൾ എവിടെയെങ്കിലും ഒതുക്കി കംഫർട്ടബിളായിട്ട് ഇടണം. ഒരുപാട് സ്ഥലങ്ങളായിരുന്നു. അപ്പം ഞാനിതിൻ്റെ ലോഞ്ച് തൊട്ട് ഡൽഹി അങ്ങനെ വീഡിയോസ് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റൻറ്റ് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് ഒരു സിറ്റി റൈഡ് എന്ന അല്ലേ, ഒരു സിറ്റിയിൽ പോകണം, പെട്ടെന്ന് സിറ്റി പോകണം, നമുക്ക് കുഞ്ഞുണ്ട്, അപ്പോൾ അവരെ കൂട്ടി പെട്ടെന്ന് അവരുടെ സ്കൂളിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോവുക. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാർ എടുത്തിരിക്കുന്നത്. ഈ വണ്ടി ഇപ്പോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര നാളാണ്? ഇപ്പം 9 months. ഇതിൻ്റെ ഒരു മെയിൻ സംശയങ്ങളാണ് ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നത്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിനോട് നമ്മൾ തെളിച്ചങ്ങ് പറയാൻ പോവാണ് അല്ലേ. ഈ വണ്ടിയുടെ ചാർജിങ് വരുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ്. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഈ ചാർജിങ് എങ്ങനെ തോന്നിയിട്ടുണ്ട്? അത് കംഫർട്ടബിൾ തന്നെയാണ്. കാരണം നമ്മുടെ വീട്ടിലവർ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നപ്പം നമുക്ക് ഓൾറെഡി കോൺസെപ്റ്റ് ഫ്രണ്ടിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് ബേസ് ചെയ്തൊരു പൊസിഷൻ നമ്മളെടുത്തു. അപ്പം 2 പൊസിഷനിലിട്ട് ചാർജ് ചെയ്യാവുന്ന പോലെ തന്നെ അവർ ചാർജർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. ഈ ചാർജറിന് എക്സ്ട്രാ എമൗണ്ട് ആയോ? നത്തിങ്, ഒന്നുമില്ല. അവർ ഫ്രീ ഇൻസ്റ്റാളേഷനുമായിരുന്നു എല്ലാം. അതും മേ ബി ഇനീഷ്യൽ കാലഘട്ടം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇറങ്ങി വണ്ടി ഡെലിവറി എടുത്ത് വീട്ടിൽ വന്നു, ഈവനിങ് തന്നെ അവരെത്തി. ഈവനിങ് തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്തു തന്നു. ഓക്കെ. അപ്പോൾ ഈ 3 ഡോർ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ആണോ, അതോ എങ്ങനെയാണ് 4 ഡോർ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ആണ്. കംപ്ലീറ്റ്ലി ഞാൻ ഹാപ്പിയാണ്. കാര്യം ഇപ്പം ഡിക്കിയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പും അതിൻ്റെ ചാർജറുകളും എല്ലാം ഞാൻ അതിൻ്റെ ഡിക്കിയിൽ വെക്കും. നമുക്ക് വലിയ ഡിക്കിയൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ സീറ്റ് മടക്കുവാണെങ്കിൽ ഒരു ഭയങ്കര നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പം മോനും അല്ലെങ്കിൽ ഞങ്ങൾ സിസ്റ്ററൊക്കെ ആയിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ മമ്മിയുണ്ട്, മമ്മിയുള്ള യാത്ര ഞങ്ങൾ കംപ്ലീറ്റ്ലി കംഫർട്ടാണ് ഈ പറയുന്ന 3 ഡോർ. അൾട്ടിമേറ്റ്ലി ഒരിക്കലും ലോങ് പോകുമ്പോൾ ഇത് എടുക്കുന്നില്ല. നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലെ വൈഫ് ഹൗസിൽ പോവുക, എല്ലാം ഒരു 50-60 കിലോമീറ്റർ റേഞ്ചിലുള്ള ഓട്ടോ ആണ് നമ്മളെ കൂടുതലും ഡെയിലി ഉള്ളത്. അല്ല, വീടിൻ്റെ ഒരു സർക്കംഫറൻസിലുള്ള ഒരു 50 to 60 കിലോമീറ്റേഴ്സിനുള്ളിലുള്ള നമ്മുടെ ഓട്ടങ്ങൾ മൊത്തം ഞങ്ങൾ ഇതിലേക്ക് മാറ്റി. അപ്പം രണ്ടുപേരും ചെറിയ ആൾക്കാരല്ല, ഒരു ബാങ്ക് മാനേജറാണ്, ഒരു IT ഫീൽഡിൽ തന്നെ മെയിൻ ഒരാളാണ്. ചെറിയ ആൾക്കാരെ പരിചയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ വൈറ്റലാണ്. അപ്പോൾ നമ്മൾ അടുത്ത കേസ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. നമുക്ക് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വണ്ടി പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ കംഫർട്ടിൻ്റെ
കാര്യം പറഞ്ഞു. പക്ഷേ വണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ കോട്ടയത്തല്ല കേരളത്തിലെ റോഡൊക്കെ അറിയാം, വളരെ ബമ്പി ആയിരിക്കും. ബംസൊക്കെ നമ്മൾ എപ്പോഴാണ് കുഴി ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കുഴി ചാടുന്ന സമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ബമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും വീട്ടിലോട്ട് കയറ്റുന്ന സമയത്ത് അടിയിടിക്കുക, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത്ര ഒരു 9 മാസത്തിനിടയിൽ എനിക്ക് അങ്ങനെ ഒരു സീരിയസ്ലി എനിക്കൊരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മുന്നിലൊരു കുഴി കാണുമ്പം ഞാനൊന്ന് ഒന്ന് അലേർട്ട് ആവാറുണ്ട്. നമ്മുടെ കുഞ്ഞനാണ്, കുഞ്ഞു വീലാണ്, സോ നമ്മൾ ഇച്ചിരി ഒന്ന് കെയർഫുൾ ആയിരിക്കണമെന്ന് എൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ അതിനെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അടിയിടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒന്നും തന്നെ ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. 9 months ഒരു തവണ ഫ്രണ്ട് റൈറ്റ് സൈഡ് സസ്പെൻഷൻ്റെ അവിടുന്ന് നോയ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളവരെ വിളിച്ചു, അവർ വന്ന് പിക്ക് ചെയ്ത് വണ്ടി കൊണ്ടുപോയി, ആ ഫുൾ സെറ്റ് മാറി. ഓക്കെ, അപ്പം നമ്മളും ആക്ച്വലി ആക്സെപ്റ്റ് ചെയ്യണം. ചെറിയ ഇത്രയും ചെറുതാക്കി അവർ തന്നതാണ്, അവർക്ക് വലുത് പണിയാൻ അവരുടെ ഹെക്ടറുണ്ട് എംജിയുടെയിൽ. ഞാനതിനെ കാണുന്ന ആംഗിളിലാണ്, അവർ ഇത്രയും കോമ്പാക്റ്റ് ആക്കി നമുക്ക് വണ്ടി തന്നു. അപ്പോൾ അതിൻ്റെ ടയർ റാഡൻസും അതെല്ലാം അത്രയും സ്ട്രോങ് അല്ല, ചെറിയ ചെറിയ പൈപ്സാണ്. നമ്മുടെ ഇപ്പം നമ്മളിപ്പം വീട്ടിലൊരു ആക്റ്റീവ ഉണ്ടെങ്കിൽ അതിന് റോയൽ എൻഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 17.3 kWh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് വണ്ടിക്ക് പവർ, അതുപോലെ തന്നെ വണ്ടിയുടെ ടോർക്ക് രണ്ടും നല്ല അത്യാവശ്യം നല്ല 42 PS പവറും അതുപോലെ തന്നെ 110 Nm ടോർക്കുമാണ് വരുന്നത്. അത്യാവശ്യം പവർഫുൾ എഞ്ചിനാണ്. ഈ ഒരു സെഗ്മെൻറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും സ്പീഡിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ധൃതിക്ക് പോകുന്ന നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ ഓവർടേക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവ് എന്തെങ്കിലും ഫീൽ ചെയ്യാറ്? എനിക്ക് കൂടുതലും ഇതിലാണ് കോൺഫിഡൻസ്. അതെ, ഡെഫിനറ്റ്ലി. ബിക്കോസ് നമ്മൾ വെർട്ടസ് ഓടിക്കുന്നതാണ്. മറ്റേ ഞങ്ങൾ ഇപ്പം ഞാൻ ഈ വണ്ടി കൊണ്ടുപോയ ചിലപ്പോൾ ഒരു എമർജൻസി വന്നാൽ ഇവള് വെർട്ടസ് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവള് ഭയങ്കര കംഫർട്ടബിൾ ഇതിലാണ്. ഞാൻ ഓവർടേക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇതാണെങ്കിലേ ഉള്ളൂ. മറ്റേ എനിക്ക് തോന്നുന്നു വെർട്ടസിന്റെ ലെങ്ത് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ട് പോലും ഇല്ല. ഞാൻ എപ്പോഴും പറയുന്നത് ഇടയ്ക്ക് ചോദിക്കുക എവിടെ ലൈക്ക് ആ ഫ്രണ്ട് പാർട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ. പക്ഷേ ഈ ഒരു ഇതിന്റെ കേസിൽ നമ്മളൊരു എക്സ്പേർട്ട് ആണെന്ന് നമുക്ക് തന്നെ ഒരു ചിന്ത. വളരെ കോൺഫിഡന്റ് ആണ്. വണ്ടി ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ പലതവണ? ഉറപ്പായിട്ടും. വണ്ടിയുടെ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ചെറിയ വെഹിക്കിളാണ് നിങ്ങൾ ഏറ്റവും കോമ്പാക്റ്റ് ആണ് നോക്കിയത്, ആ ഒരു ഇതിനെ വെച്ചുകൊണ്ട് പവർ എങ്ങനെയുണ്ട് വണ്ടിയുടെ? ഞാൻ ഇതിന്റെ പവറിനെ അസസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു ചാർജിങ്ങിന്റെ ബേസിസിലാണ്. അതായത് ചാർജ് നമുക്കൊരു 20-25 അല്ലേ, 15 താഴെ ചാർജ് ഇറങ്ങി കഴിയുമ്പം ഇവന്റെ സ്വഭാവം മാറും. അതായത് പുള്ളി തന്നെ റിസർവ് ചെയ്യും സ്വയം. നമ്മൾ എത്ര കാലം കൊടുത്താലും ഇപ്പം ഞങ്ങളുടെ വില്ലയിലേക്കുള്ള കയറ്റം അത് നോർമൽ ചാർജ് ഉള്ള സമയത്ത് ജെറ്റ് ഇട്ട പോലെ കയറിപ്പോവും. പക്ഷേ ഞാനൊരു തവണ ആ ഒരു ഡ്രെയിനിങ് നോക്കാൻ വേണ്ടി തന്നെ ഡ്രെയിൻ ചെയ്ത് ഓടിച്ച് തിരിച്ച് കയറ്റം കയറിയപ്പം ഞാൻ എത്ര കാലം കൊടുത്താലും ആ ഒരു ക്രോൾ ചെയ്യുന്ന പോലെ അത് പോവുള്ളൂ. നമ്മൾ എത്ര പക്ഷെ കയറി ഒരു കയറ്റത്തിൽ ഇതിപ്പോ അത്യാവശ്യം നല്ലൊരു കയറ്റമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ട്രാഫിക്കിൽ കിടക്കേണ്ടി വന്ന ബ്രേക്ക് ഇതിപ്പോ ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, ഇത്ര നേരം ഹോൾഡ് ചെയ്യും വണ്ടി. 3 സെക്കൻഡ് കഴിഞ്ഞ് പുറമോട്ട് പോകും. എന്നിട്ട് ഞാൻ ആക്സിലേറ്റർ കൊടുത്തു, ഇച്ചിരി ഫ്രണ്ടിലോട്ട് എടുത്തു, ബ്രേക്ക് ചെയ്യേണ്ടി വന്നു, വീണ്ടും ഫ്രണ്ടിലെ വണ്ടി പോയി. കയറ്റത്തിലാണല്ലോ കിടക്കുന്നത്. ഞാൻ കാലെടുത്തോണ്ടോ, കാല് മാറ്റിയിട്ടിരിക്കുക. 3 സെക്കൻഡ് ഇത്രയും സമയമുണ്ട്. അതിനുള്ളിൽ ആക്സിലേറ്റർ കൊടുക്കുവോ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിന്നോളൂ. ഡെഫിനറ്റ്ലി പ്ലാനിങ് റിക്വയർഡ് ആണ്. നാളെ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട് 30 കിലോമീറ്റേഴ്സ് ഇവിടെ ഒന്ന് ദൂരം. അപ്പം തലേന്ന് ഞാൻ ഇന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഓവർനൈറ്റ് ചാർജിനിടും. അങ്ങനെ ഒരു പ്ലാനിങ് ഈസ് വെരി എസെൻഷ്യൽ. ഇതിനെ ഇതെടുത്തപ്പം വൈഫ് ഹൗസില് ഫാദർ അവിടെ ചാർജിങ് സെറ്റപ്പ് ചെയ്തു. ചാർജിങ് സെറ്റപ്പ് ചെയ്യാൻ ഇവരിപ്പം നമ്മുടെ വീട്ടിൽ അതിനെ പ്രത്യേകം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഓവൻ കുത്തിയിടുന്ന അല്ലെ ഒരു ഫ്രിഡ്ജ് കുത്തിയിടുന്ന ഒരു 3 ഫേസ് അല്ലെങ്കിൽ 3.3 കിലോവാട്ടിന്റെ ഒരു ഹോം പർപ്പസ് ചാർജർ മതി. എല്ലാവർക്കും ഡെയിലി ഉള്ളത് ലോക്കൽ ഓട്ടങ്ങളല്ലേ. അതെ, ഇപ്പൊ എന്നോട് എല്ലാവരും എല്ലാ ദിവസവും ടൂർ പോകുന്നില്ല. ഈ ഒരു വണ്ടിക്ക് ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. കാരണം നമ്മൾ ഒരു KSEB നമുക്ക് പല ചാർജിങ് സ്റ്റേഷൻസും അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. വലിയ കാറിന് വേണ്ടി തന്നെയുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് പോയി ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയ പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. ഇനീഷ്യലി ഇല്ലായിരുന്നു, ഇപ്പം ആയിന്ന് കേൾക്കുന്നുണ്ട്. ഞാനും അന്വേഷിച്ച് പോയിട്ടില്ല. പക്ഷേ ഈ വണ്ടിക്കുണ്ടോ? ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ വണ്ടിക്ക് ഇപ്പോൾ ഇല്ല, ഫാസ്റ്റ് ചാർജിങ് ഇല്ല. പക്ഷെ എനിക്കിതുവരെ അതൊരു ബുദ്ധിമുട്ടായിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയും കൊണ്ട്
ഒരിക്കലും കോയമ്പത്തൂരിനോ ഒരു ലോങ് ട്രാവലിനോ ട്രിപ്പോ പ്ലാൻ ചെയ്യുന്നില്ല, പോകത്തുമില്ല. അങ്ങനെ ഒരു ലോങ് ട്രിപ്പ് വന്നാൽ നമ്മൾ വേറെ മറ്റേ വണ്ടിയെ യൂസ് ചെയ്യുള്ളൂ ഉറപ്പായിട്ടും. റൈറ്റ്. ഞങ്ങളുടെ പർപ്പസിന് ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഞങ്ങൾ കൂടുതലും ഇപ്പം ഓവർനൈറ്റ് രാത്രികളിൽ ചാർജ് ചെയ്തിപ്പോൾ ഒരു 6 to 7 hours ആണ് 0 നിന്ന് തുടങ്ങിയ ഫുൾ ചാർജിന് വേണ്ടത്. അപ്പം നമ്മൾ ഓവർനൈറ്റ് ചാർജിന് ഇട്ടിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഒരിക്കൽ പോലും ഇത്രയും നാളിനിടയിൽ നമുക്ക് ഇനിയും ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മളെ സംബന്ധിച്ച്. അതെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു 450 ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലോട്ടുള്ള പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊതുവെ രാത്രി തന്നെയാണ് ചാർജിന് ഇടാറുള്ളത്. അല്ലാത്ത സമയങ്ങളിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആവശ്യങ്ങൾ മോനെ വിളിക്കാൻ പോവുക, കടയിൽ പോവുക, അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രാവിലെ മോർണിംഗ് ടൈം പ്രിഫർ ചെയ്യാറുണ്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അതിപ്പം ചിലപ്പം 25-ലായിരിക്കും ചാർജ് കിടക്കുന്നത്. അപ്പോൾ ഒരു 10 to 12 ഇട്ടാൽ ഒരു 40-50 ഓളം ചാർജ് എത്താറുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ 2-3 ദിവസങ്ങൾ ഓടും നമ്മുടെ ആവശ്യങ്ങളൊക്കെ. എനിക്ക് പക്ഷേ വിചാരിച്ചതിലും പെട്ടെന്ന് ചാർജ് കയറുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം മൊബൈലിൽ നമുക്ക് ചാർജിങ് ഇതൊക്കെ അറിയാൻ പറ്റില്ല. ഇവരുടെ MG സ്മാർട്ട് ഒരു ആപ്പ് ഉണ്ട്. അതിൽ ഫുള്ളി ഇതിന്റെ ഫീഡ്ബാക്സ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ഈ നൈറ്റിൽ KCB എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 11 കുറവാ ചാർജ് ചെയ്യുന്നത്. ഈവനിങ്ങിൽ ആ പീക്ക് ടൈം അറൗണ്ട് 6 PM 6 to 10:30 11 ആണ് ഹൈ. 11ന് ശേഷം ലോ കോസ്റ്റ് ആണ് ആക്ച്വലി. അപ്പം ഞങ്ങൾ പ്രിഫറബിളി എപ്പോഴും ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആണ്, കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സമയം. അപ്പം ഓൾമോസ്റ്റ് ഒരു 30s-ലും 25-ലും ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ നൈറ്റ് ഒരു 11 ഇട്ടാൽ പിറ്റേ ദിവസം ഫുൾ ചാർജായി. ഫുൾ 100% ചാർജ് എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ. അപ്പം 4 ദിവസം എടുക്കും. കമ്പനി പറയുന്നത് 230 കിലോമീറ്റർ ആണ്. 230 കിലോമീറ്റർ ആണ് റേഞ്ച്. 200 ആണ് പറയുന്നത്. വേരിയന്റ് ആണോ ഇനി നിങ്ങൾ ലേറ്റസ്റ്റ് സ്പെക് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മുടെ മോഡൽ വരുന്നത് കോമറ്റിന്റെ ഏത് മോഡലാണ്? പ്ലേ എന്ന് പറയുന്നത് സെക്കൻഡ് വേരിയന്റ്. ശരി. അപ്പോൾ 200 കിലോമീറ്റർ ആണ് നമ്മുടെ MG നമ്മളോട് റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ MGയുടെ തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈവൻ ഒരു തിയാഗോ ആയിട്ടൊരു ചെറിയ കമ്പാരിസൺ ഞാൻ പറയുകയാണ് ചാർജിങ്ങിൻ്റെ കേസിൽ. അവരൊരു 250 ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി 190 കിട്ടുന്നുള്ളൂ. പക്ഷേ ഒരു MGയെ സംബന്ധിച്ച് അവർ റേഞ്ച് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10 മാത്രം കുറച്ചുകൊണ്ട് ഒരു ഏകദേശം ഫിഗർ കിട്ടുന്നുണ്ട് കസ്റ്റമർ. അതൊരു ക്വാളിറ്റി പർപ്പസ് നോക്കുവാണെങ്കിൽ ഗുണകരമല്ലേ? അത്രയും കിട്ടുന്നുണ്ടോ? ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്, ഡെഫിനറ്റ്ലി. കാര്യം ഇപ്പം എൽവിഷൻ ഞങ്ങളതൊരു ടെസ്റ്റ് അടിച്ച് നോക്കിയിട്ടുമുണ്ട്. അതായത് 0 തുടങ്ങിയിട്ട് നമ്മൾ പല സിറ്റുവേഷൻസ്. അതെ, നമുക്കത് കംപ്ലീറ്റ്ലി അവർ പറയുന്ന അത്രയും കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഫുൾ ചാർജ്. ഞങ്ങൾ ഡെയിലി ലോക്കൽ യൂസിനാണ് വണ്ടി എടുത്തെങ്കിൽ പോലും ഞാൻ 1-2 തവണ ലോങ് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ. ഞാൻ 3 ഇൻസ്റ്റൻസ് പറയാം. ഒന്ന് ചെറായിക്ക് പോയിട്ടുണ്ട്. എറണാകുളം ലുലു മോളിൽ ചെന്ന് ഇവിടുന്ന് ഫുൾ ചാർജ് ചെയ്തെടുത്തു. ലുലു മോളിൽ ചെന്ന് ചെറായി. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസം. ജസ്റ്റ് ഒരു ഫോൺ കോൾ പ്ലാനേ ചെയ്തുള്ളൂ. എടാ നിൻ്റെ പാർക്കിംഗ് സ്റ്റേഷനിൽ നീ പ്ലഗ് ഇട്ടിട്ടുണ്ടോ? അവിടെ ഉണ്ടായിരുന്നു. ചെന്നു, ചാർജർ കയ്യിലെടുത്തു. നൈറ്റ് സ്റ്റേ ആയിരുന്നു. കുത്തിയിട്ടു, റിട്ടേൺ തിരിച്ചു വന്നു. കോട്ടയം ടു ചെറായി. ഏറ്റവും ദൂരം കൂടുതൽ പോയിരിക്കുന്ന അവിടെയാണോ? അല്ല, തൃശ്ശൂർ. വഴി കിടന്നിട്ടുണ്ടോ? ഇല്ല, കിടന്നിട്ടില്ല. കാരണം തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങളല്ല പൂരം കാണാൻ പറ്റിയില്ലെങ്കിലും വഴി കിടന്നില്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, ബാങ്കിൽ തന്നെ ഉള്ളൊരു സുഹൃത്തും കൂടെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞങ്ങളുടെ 2ൻ്റെയിലും വേറെ വണ്ടിയുണ്ട്. ഞങ്ങൾ 2 പേരെ പോകുന്നുള്ളൂ. എന്തിന് ഇത്രയും വലിയ വണ്ടിയും കൊണ്ട് വെർട്ടസ് കൊണ്ട് അവിടം വരെ ഞാൻ പോകണം? ഞാൻ ഫുൾ ചാർജ് ചെയ്തു, ലെറ്റ്സ് ടേക്ക് എ റിസ്ക് എന്നും പറഞ്ഞ്. എൻ്റെ മനസ്സിൽ റിസ്ക് ഇല്ലായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു തൃശ്ശൂർ ഗൂഗിൾ മാപ്പ് 140 കിലോമീറ്റർ കാണിക്കുന്നു. ഫുൾ ചാർജ് 200 കിട്ടുന്നുണ്ട്. ഈവൻ ദെൻ 160 കിട്ടിയുള്ളതിലും ഞാൻ എത്തും. നമുക്ക് ഈ വണ്ടിയുടെ ഈ മിക്കവാറും ഇലക്ട്രിക് വണ്ടിക്ക് നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ നമുക്ക് MGയുടെ ഒരു കാര്യം പറയുന്നത്, നമുക്കൊരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഒരു സിറ്റി റൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ MG അവകാശപ്പെടുന്ന ഒരു മെയിൻ കാര്യമാണ്, നിങ്ങൾ എപ്പോഴും പോകുന്ന ഒരു സ്പീഡെന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് 40 to 45 കിലോമീറ്റേഴ്സ് പെർ അവറിലായിരിക്കും പോകുന്നത്. ഈ ഒരു സമയത്ത് റീജനറേറ്റീവ് ബ്രേക്കിങ് നമുക്ക് ഇത് MG തരും എന്നുള്ളതാണ്. നിങ്ങൾ ആ റീജനറേറ്റീവ് ബ്രേക്കിംഗ് യൂസ് ചെയ്തിട്ടുണ്ടോ? അത് പർപ്പസ്ഫുള്ളാണ്? യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മളൊരിക്കലും ആ ചാർജും കൂടെ പ്രതീക്ഷിച്ചെങ്ങും പോകുന്നില്ല. ഉറപ്പായിട്ടും ഇല്ല. നമ്മുടെ ഉള്ള റേഞ്ച് വെച്ചിട്ട് അതിനുള്ളിലുള്ള കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. പിന്നെ
എൻ്റെ ഡൗട്ട് ഈ റീജനറേഷൻ ഉള്ളതുകൊണ്ട് അവർ അവകാശപ്പെടുന്ന റീജനറേഷൻ ഉള്ളത് കൊണ്ടാണോ ഇവർ പ്രോമിസ് ചെയ്യുന്ന ആ റേഞ്ച് തന്നെ കിട്ടുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. ഒരിക്കലും ചാർജ് കൂടി കണ്ടിട്ടില്ല ഓട്ടത്തിൽ. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പക്ക റേഞ്ച് എനിക്ക് കിട്ടി. അത് ഈ റീജനറേഷൻ നടക്കുന്നത് കൊണ്ടായിരിക്കാം. ഫസ്റ്റ് വണ്ടി എടുക്കാൻ പോകുന്ന ഒരാൾ പോയി ഒരിക്കലും ഇത് എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഇറ്റ്സ് എ സെക്കൻഡറി കാർ, ബെസ്റ്റ് ഫോർ എ സെക്കൻഡറി കാർ. വോൾസ്വാഗൻ വെർട്ടസ് അതുപോലെ തന്നെ എക്കോസ്പോർട്ടും ഒക്കെ യൂസ് ചെയ്ത ആളാണ്. പല വണ്ടികൾ മാറി മാറി ഉപയോഗിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈഫാണ്. അപ്പോൾ പല സ്ഥലത്തും പോയിട്ടുണ്ടാവും, സ്പീഡിൽ പോയിട്ടുണ്ട്, പതുക്കെ പോയിട്ടുണ്ട്, കുഞ്ഞായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമുക്കിതിനെല്ലാം വേണ്ടത് സേഫ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സിസ്റ്റവും അതിപ്പോൾ സ്പെഷ്യൽ കോർണറിങ് കൺട്രോളും ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും സ്പീഡിൽ പോകുന്ന സമയത്ത് തെന്നിപ്പോവോ, വണ്ടി സ്ലൈഡ് ആവുമോ, ബ്രേക്കിംഗ് ഉദ്ദേശിച്ചെടുത്ത് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസിൽ ഇല്ല. എൻ്റെ സിസ്റ്ററും ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവളെ പൊതുവെ പറയുന്നത് മിന്നൽ മുരളി എന്നൊക്കെ വിളിക്കാറുണ്ട്, ഇച്ചിരി ഓവർ സ്പീഡാണ്. പുള്ളിക്കാരത്തെയും ഇപ്പം ഞങ്ങളിവിടെ കുറച്ച് നാളില്ലായിരുന്നു. ഞങ്ങൾ ഓസ്ട്രേലിയയിലൊരു ട്രിപ്പ് പോയ സമയത്തൊക്കെ ചേച്ചിയായിരുന്നു, കോളേജ് ടീച്ചറാണ്. അപ്പം അവളും പഠിച്ചിട്ട് അവിടെ കോളേജിലെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും ഈ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കംഫർട്ടായിരിക്കും ഡെയിലി പോകുന്നവർക്കൊക്കെ. അപ്പം അവളും ഈ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന എന്ന് വെച്ചാൽ സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം സ്പീഡിലാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ അവൾക്കും അങ്ങനെ അവളും ഭയങ്കര ഹാപ്പിയാണ്. അവരും ഇത് പ്ലാൻ ചെയ്യുവാണ് കൊമറ്റ് എടുക്കണം എന്നുള്ളൊരു. അതെ അതെ. അപ്പം എൻ്റെ ഒരു ഇതിൽ എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടാത്ത ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെ സ്ലിപ്പായിപ്പോ അങ്ങനത്തെ ഒരു ഇൻസിഡൻസും എനിക്ക് ഉണ്ടായിട്ടില്ല. വണ്ടി ഇരുന്ന് പോകുന്ന സമയത്ത് വണ്ടിക്ക് ആ ഒരു വെയിറ്റേജ് ഫീൽ ചെയ്യുന്നത്, കാരണം ഈ സെഗ്മെൻറ്റ് വണ്ടിയിൽ അത്യാവശ്യം ഈ ഒരു ചെറിയ സൈസാണ്, വെയിറ്റുള്ള വണ്ടിയാണ്. ആ ഒരു വെയിറ്റുള്ള ഫീല് തോന്നുന്നുണ്ടോ അകത്തിരിക്കുമ്പോൾ? എനിക്കുണ്ട്. കാരണം ഞാൻ വണ്ടി മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സർക്കിളിലൊക്കെ എപ്പോഴും ചിലപ്പോൾ ആ വണ്ടി ഞാൻ എടുക്കാടാന്ന് പറഞ്ഞാൽ എടുക്കൂലോ. അപ്പം ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. സർപ്രൈസിങ് ആയിട്ട് വന്ന് ഇതൊന്ന് ഞാനൊന്ന് ഓടിച്ച് നോക്കട്ടെ. എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു വണ്ടിയാണ്. പല സമയത്തും ഇത് ഒരു റോഡ് പ്രസൻസ് ഉണ്ട്, കാരണം ഒത്തിരി പേര് നിങ്ങളെ വന്ന് വളഞ്ഞിട്ടുണ്ട്, വന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ദിവസം ആലപ്പുഴ ഒരാളെ പിക്ക് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വന്നപ്പം ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ ഇറങ്ങി വന്നപ്പം വണ്ടി കാണാനില്ല. ഞാൻ പറഞ്ഞില്ല, ഇനീഷ്യലി എടുത്ത വണ്ടിയാണ്. ആലപ്പുഴ സൈഡിലോട്ടൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പം ചുറ്റിനും ആളാണ്. അപ്പോൾ നമ്മൾ വന്ന് തുറന്ന് അപ്പോൾ എല്ലാവർക്കും ഇതെന്താണ് സാധനം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അതിൻ്റെ കൂടെ അവരിതിന് മേ ബി ഒരു കറക്റ്റ് നെയിമിംഗ് ആണ് ഇവിടുത്തെ കോമറ്റ് അല്ലേ, സംതിങ് അല്ലേ, സ്പേസിൽ നിന്ന് വരുന്ന ഒരു സാധനമായി പോയി. ആയിട്ടുള്ള റിവ്യൂ പറയുന്നവരുണ്ട്, ഇത്രയും ചെറിയ വണ്ടിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും മുടക്കിയോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഇത്രയും ചെറുത്, ഞാനും അതേ ഡൗട്ട് പുള്ളിയോട് പറഞ്ഞതാണ്. പക്ഷെ വണ്ടി ഓടിച്ച് അതിൻ്റെ കംഫോർട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പം ഞാനാണ് ഇത് എടുത്തത് നന്നായി എന്ന് പറയുന്ന ഒരാൾ. കാര്യം കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പം അത് നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിനുണ്ട്. ഇപ്പം ആസ് എ ലേഡി അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഡ്രൈവർ അല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പറയുകയാണെങ്കിൽ അവർ തന്നിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഭയങ്കര ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും എല്ലാം. സ്റ്റിയറിംഗ് ആണെങ്കിലും ഭയങ്കര കംഫോർട്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ആ ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ട്. സേഫ്റ്റി ഫീച്ചർ 2 എയർ ബാഗാണ് നമ്മുടെ കൊമറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ബ്രേക്കിങ്ങും അതുപോലെ തന്നെ 80 കിലോമീറ്റർ സ്പീഡിന് മേളിൽ പോകുമ്പം ഒരു അലാറവും അടിക്കും. ഇതൊക്കെ ഒരു പർപ്പസ്ഫുള്ളാണോ? അത് എങ്ങനെയുണ്ട്? ABS കാര്യങ്ങളെല്ലാം അത്രയും ഒരു എന്താ പറയുന്നത്, ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു? ഇപ്പോൾ സേഫ്റ്റിയുടെ ആംഗിളിൽ നമ്മൾ ചെന്ന ഡോർ തുറക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ബിൽഡ് ക്വാളിറ്റി. ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ളെങ്കിലും ആ സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന സാധനം അടിപൊളിയായിട്ടാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും വലിയ കാർന്ന് കോൺസെപ്റ്റിലല്ല ഫ്രണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ബോഡി നല്ല സ്ട്രോങ് ആണ്, എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ 80 കിലോമീറ്റർ മേളിലൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു അലാമിങ് തരുന്നുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും ഒരു 80, 90, 100ലേക്കൊക്കെ കയറുമായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. 80യുടെ മേളിൽ പോകുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യും. കാരണം ഇതൊരു ട്രിപ്പിന് പോകുന്ന വണ്ടി ഒന്നും അല്ലല്ലോ, നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അത്രയും ഇത് പോകേണ്ട ആവശ്യം വരുന്നില്ല. വണ്ടി ചെറുതാണ്, നമ്മൾ തന്നെ ഇത്രയും അപ്പ് ഫ്രണ്ട് ഗ്ലാസുമായിട്ട് ഇത്രയും അടുത്താണ് ഇരിക്കുന്നത്. അതെ, കാരണം ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു സേഫ്റ്റി തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഹിറ്റ് ചെയ്താൽ തന്നെ ആദ്യം ഹിറ്റ് ചെയ്യുന്ന നമ്മളെ ആയിരിക്കും. ഓൾ റൈറ്റ്, ഇനിയിപ്പോൾ അടുത്ത കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയുടെ ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവം,
നമ്മുടെ ഫ്രണ്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെഗിൻ്റെ സ്പേസ് വളരെ കൂടുതലാണ്. നമുക്ക് ഈവൻ ഒരു ചൈനീസ് ഓറിയൻ്റ് ഡിസൈൻ ആയതുകൊണ്ടായിരിക്കും ഈവൻ അവർ ഫ്രണ്ടിൽ നല്ല ഒരു, പ്രത്യേകിച്ച് ചൈനീസ് ആൾക്കാരൊക്കെ ഷോപ്പിംഗ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണ്, ചെറിയ ചെറിയ ലഗേജസ് വെക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ അടിഭാഗത്ത് തന്നെ പല കൂടുകൾ അല്ലെങ്കിൽ പല ഷോപ്പിംഗ് ഇത് വെക്കാൻ വേണ്ടി തന്നെ ഒരു സ്പേസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഹുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോരാഞ്ഞിട്ട് നമുക്ക് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല സ്പേസ് വരും. ഇതൊക്കെ ശരിക്കും ഗുണകരമാണ്. ഡെഫിനറ്റ്ലി, ബിക്കോസ് നമ്മളിപ്പം പല സാധനങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആണല്ലോ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പം ആ ഒരു സ്പേസിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു കവറ്, ചിലപ്പം ഞങ്ങൾ ലഗേജ് ബാഗൊക്കെ അങ്ങോട്ട് വെക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനും സിസ്റ്ററും പിള്ളേരുമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പിള്ളേരുടെയും ഞങ്ങളുടെയും എല്ലാം ലഗേജ് എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഈ കുഞ്ഞ് ഡിക്കിക്കാണെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങൾ അതിനകത്ത് കൊള്ളും. ഈ ഫ്രണ്ടിലത്തെ ഏരിയയിൽ അത്യാവശ്യം നല്ലൊരു ഹെവി ബാഗൊക്കെ മുന്നിലിരുന്നോളും. അതുകൊണ്ട് ആ ഒരു സ്പേസ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള ഒരു രീതിയിലാണെങ്കിലും അത് ബാക്കിലിരിക്കുമ്പം എങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ഒരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? തൈ സപ്പോർട്ടൊക്കെ നല്ല രീതിയിലുണ്ട്. ഒരു 2 പേർക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ ബാക്കിൽ. നമ്മുടെ യൂസർ റിവ്യൂ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരോട് എത്ര പേര് ഈ വണ്ടിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും? 3 പേർക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? 4 പേർക്ക് എങ്ങനെയായിരിക്കും? 4 പേർക്ക് കംഫർട്ടായിട്ട് പോവാം. 5 പേരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ 5 പേരായിട്ടൊക്കെ പോയിട്ടുണ്ട്. 4 പേര് വളരെ കംഫർട്ടായിട്ട് പോകും. 5 പേരായിട്ടും അത്ര ഒരു സുഖം കാണത്തില്ല. കാര്യം നമ്മൾ പുറയിലിരിക്കുമ്പോൾ ആ ഒരു കൺജഷനൊക്കെ ഉണ്ടാകും. ഫ്രണ്ടിലത്തെ സീറ്റിംഗ് വളരെ നല്ലതാണ്. പുറയിൽ 2 പേർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് പോവാം. ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത് 2 അഡൾട്ട്സും മാക്സിമം 3 കിഡ്സ്. അതാണ് ഞങ്ങളുടെ 3 കിഡ്സിനെ അവർക്ക് കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു ടെൻഷനും ഇല്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഇടയിലത്തെ ഗ്യാപ്പിൽ കൂടെ, എനിക്കുണ്ടായിരുന്ന ഒരു ടെൻഷനായിരുന്നു. ഞാൻ പണ്ട് സ്വിഫ്റ്റൊക്കെ ഓടിയുന്ന സമയത്ത് ഈ ഇടയിലെ ഗ്യാപ്പിൽ കൂടെ പിള്ളേർ, ഞങ്ങൾ ഓൾവേസ് മേക്ക് ഷുവർ സീറ്റ് ബെൽറ്റ് ഉണ്ടെന്നുള്ള സമയത്ത്, പക്ഷെ ചില സമയത്ത് പിള്ളേർ അത് ഊരി പുറയുന്ന കളിക്കുകയും ബേളം വെക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പിൽ, ഫ്രണ്ടിലെ സീറ്റിന് ഗ്യാപ്പിൽ കൂടെ പിള്ളേർ മുന്നോട്ട് വരിക, അങ്ങനത്തെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിന് അങ്ങനൊരു പ്രശ്നമേ ഇല്ല. വണ്ടിയുടെ ബൂട്ട് സ്പേസിനെ കുറിച്ചാണ്. 350 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഡോറ് കൊടുക്കുന്ന ഫുട്ടേജാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും സ്പേസേ ഉള്ളൂ. പക്ഷേ സീറ്റ് മറിച്ച് വെക്കുന്ന സമയത്താണ് ആ ഇത്ര ലിറ്റർ എനിക്ക് ഫീൽ ചെയ്യും. ആ 350 ലിറ്ററിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ഇത് തുറക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ ലഗേജ് വെക്കാനുള്ള സൗകര്യം എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എയർപോർട്ടിൽ പോകാനുള്ള വണ്ടിയല്ലല്ലോ, അല്ല മാർക്കറ്റിൽ പോകാനുള്ള വണ്ടിയാണ്. അപ്പം മാർക്കറ്റ് അല്ലെ സ്കൂളിൽ പോവുക, പള്ളിയിലൊന്ന് പോയിട്ട് വരിക, അതിനാണ് ഇതിൻ്റെ പർപ്പസ്. നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പം മറ്റ് പർപ്പസുകളായിട്ട് കമ്പയർ ചെയ്ത് പോയിട്ട് കാര്യമില്ല. എന്നാൽ പോലും വെൻ വി സേ അബൌട്ട് ബൂട്ട് സ്പേസ്, 4 സീറ്റും ഇൻ യൂസ് ആണെങ്കിൽ ബൂട്ട് സ്പേസ് 0, ഇനഫ് സ്പേസ് ആണ്. ഞാൻ എൻ്റെ വീട്ടിൽ 2 പേര് ഫ്രണ്ടിലിരിക്കുന്നു, ബാക്കിൽ ഫുൾ ബൂട്ട് സ്പേസ് ആണ്. എനിക്ക് മിനിങ്ങാന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, കുഞ്ഞിന്റെ അവനൊരു ചെറിയ ടോയ് കാറുണ്ട്, ഇലക്ട്രിക് EV. അപ്പൊ ആ വണ്ടി ആക്ച്വലി ഒരു ചെറിയ റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുപോകണമായിരുന്നു. ഞാൻ ഹോപ്പ്ഫുള്ളി ഓർത്തത് വെർട്ടസിനകത്ത് കൊണ്ടുപോകാം, പക്ഷെ അതിനകത്ത് കയറിയില്ല. അതിന്റെ ബൂട്ട് ലിപ്പിന്റെ ഒരു ഷേപ്പില് ഈ വണ്ടി കയറിയില്ല. പക്ഷെ ഇതിനകത്ത് അത് കയറ്റിയിട്ട് കൂളായിട്ട്, കാരണം ഇതിന് ഇത്രയും വലിയ ഡോറ് ബാക്കിൽ മേളിലോട്ട് തുറക്കുന്നു. അപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി ഞങ്ങൾ, അല്ലേ? വളരെ പ്രൗഡ് ഫീലിംഗ് തോന്നി ഞാൻ ഈ വണ്ടി എടുക്കാൻ. നമ്മുടെ ഈ ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് അറിയണം ഇതിൻ്റെ ഇലക്ട്രിക് ചാർജ്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര രൂപ 2 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നുണ്ടെന്നുള്ളത് അറിയണം. അതും നിങ്ങൾ ഈ വണ്ടി യൂസ് ചെയ്യാത്ത സമയത്തും അതുപോലെ യൂസ് ചെയ്ത സമയത്തും എത്ര രൂപയുടെ കറണ്ട് ചാർജിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഒരു 4500 അല്ലെ 4000 അതിനിടയിലുള്ള റേഞ്ചിലാണ്. കൊമറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അതൊരു 7000 റേഞ്ചിലേക്ക് വന്നു. അതാണ് കറണ്ട് ബില്ല്. 2 മാസം കൂടുമ്പോൾ 3000 രൂപ കൂടി. അപ്പോൾ ഒരു മാസത്തിൽ 1500 രൂപ കറണ്ട് ബില്ല് കൂടി. അപ്പം വണ്ടിയുടെ AC കുറിച്ചാണ് എൻ്റെ ചോദ്യം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലൊരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് എപ്പോൾ ചൂടാവും എപ്പോൾ മഴ പെയ്യുന്നു ഒരു പ്ലാനിങ്ങും ഇല്ല. ഇതിനകത്ത് നമുക്ക് ഓട്ടോ AC ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ചൂടനുസരിച്ച് നമുക്ക് എപ്പോഴും, ഇപ്പം നേരത്തെ ഒരു തിയാഗോ നമ്മുടെ ഒരാളുടെ വീഡിയോ എടുത്തായിരുന്നു, അപ്പോൾ അമൽ ബ്രോയുടെ. അപ്പോൾ എടുത്ത സമയത്ത് നമുക്ക് പുള്ളി പറഞ്ഞൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് വണ്ടി നിർത്തി, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അതിനകത്തേക്ക് കൂളിംഗ് സെറ്റാക്കി വെക്കാം. ഇത്ര ടെമ്പറേച്ചറിൽ കൂളിംഗ് സെറ്റാക്കി, ആ ഒരു ഫീച്ചർ ഇതിനുണ്ടോ?
ആ ഫീച്ചർ ഇതിനുണ്ട്. നമ്മുടെ MG സ്മാർട്ട് iSmart ആപ്പിനകത്ത് ആ ഒരു കൂളിംഗ് നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിരിക്കണം. എനിക്കൊന്ന് ഒരുപാട് ദൂരെ ഒന്നും ആണെങ്കിൽ അത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. നമ്മളൊരു ബ്ലൂടൂത്ത് ഡിസ്റ്റൻസിൽ ഇപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ ഓഫീസിൽ കൊണ്ടിട്ടു, തൊട്ടപ്പുറത്ത് നമ്മൾ ആ ക്യാബിൻ ഡിസ്റ്റൻസിലൊക്കെ ഇരിക്കുമ്പം ഓണാക്കി ഇടാൻ പറ്റും. ഞാനത് സെറ്റിംഗ് കണ്ടിട്ടുണ്ട്, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ AC-യുടെ കൂളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കൂളിംഗ് ആണ്. കാര്യം ക്യാബിൻ ചെറുതല്ലേ, വലിയൊരു വണ്ടിയുടെ ഹ്യൂജ് ക്യാബിൻ അല്ലല്ലോ, ചെറിയ ക്യാബിനാണ്. റിയർ AC-യുടെ ആവശ്യമില്ലല്ലോ. നമ്മുടെ റിയർ AC വെന്റ് ഇല്ല, എന്നിരുന്നാലും 4 AC വെന്റ്സ് ഉണ്ട്, നല്ല എയർ ത്രോ ഉണ്ട്. ഈ വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സ്ട്രട്ട്, ബാക്കിൽ മൾട്ടി ആക്സിൽ കോയിൽ സ്പ്രിങ്. നമ്മൾ പോകുന്ന വഴിക്ക് സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഒച്ച കേട്ടു, ഇത് ചെയ്യുന്നു, എവിടെയെങ്കിലും ജമ്പ് ചെയ്ത് സ്പീഡിൽ പോയി ജമ്പ് ചെയ്യുന്നു, ബമ്പ് ചാടി അടി ഇടിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു? അങ്ങനെ ഇതുവരെയുള്ളൊരു നമ്മുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടേ ഇല്ല, അങ്ങനെ അടി അടിച്ചിട്ട് ഒരു ഇത്. പിന്നെ എനിക്ക് അടി അങ്ങനെ ഇടിക്കുമെന്ന് തോന്നുന്നില്ല. MG-യുടെ പരസ്യം നമ്മൾ ആദ്യമേ കാണുന്നത് തന്നെ MG ഇന്റർനെറ്റ് ഇൻസൈറ്റ് അല്ലേ, MG ഇന്റർനെറ്റ് ഇൻസൈറ്റ്. അപ്പം ഈ കമാൻഡിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് സംഭവമാണ് കൊമറ്റിലുള്ളത്? കൊമറ്റിൽ ഞാൻ പേഴ്സണലി ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കോൾസ് ചെയ്യാറുണ്ട്. ഞാൻ എടുക്കുമ്പോൾ ഞാൻ വളരെ റെയറായിട്ടാണ് എടുക്കാറ്. ഞാനും അങ്ങനെയാണ്. ഇപ്പം ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ ഞാനും കണക്ട് ചെയ്തിട്ട് ഇപ്പം മോനെ വിളിക്കാനൊക്കെ പോകുന്ന സമയം എന്നൊക്കെ പറഞ്ഞ് 3:30 ആ പീക്ക് ടൈമിലൊക്കെയാണ് കണക്ട് ചെയ്ത്. ഞങ്ങളുടെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമില്ലേ, അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കഷനാണ്. ഒരു മിനിറ്റ് ഡിസ്കഷൻ ഇതാ കൊമറ്റിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവളോട് ചോദിക്കും, നിനക്ക് ഇന്ന് വണ്ടി ആവശ്യമുണ്ടോ? അപ്പൊ ഇവള് പറയും വണ്ടിക്ക് വേണ്ടി അടിയാട്ടോ. ഉറപ്പായിട്ടും. കാരണം ഒന്ന് ഞാനാണെങ്കിലും ഇവൾക്ക് കാർഡ്, ഇവളും ഏണിംഗ് ആണല്ലോ, കൊമറ്റും കൊണ്ട് പോയാൽ പെട്രോൾ അടിക്കണ്ട. അപ്പോൾ ഞാനാണെങ്കിലും രാവിലെ ഞങ്ങളുടെ ഡിസ്കഷൻ ഇതാണ്, നിനക്ക് ഇന്ന് വണ്ടി ആവശ്യമുണ്ടോ? അപ്പൊ ഇവ രണ്ടുപേരും സേവ് ചെയ്യുക കേട്ടോ. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇവള് പറയും എനിക്ക് ടൗണിൽ പോകണം എന്ന് പറഞ്ഞാൽ ഓക്കെ. ഈ വണ്ടിയുടെ വാറണ്ടിയെ കുറിച്ചാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ വണ്ടിയുടെ വാറണ്ടി എന്ന് പറയുന്നത് 3 വർഷവും 1 ലക്ഷം കിലോമീറ്റർ എന്നാണ്. എന്താണ് അതിനെക്കുറിച്ച് വാറണ്ടി? 3 വർഷമല്ല, 8 ഇയേഴ്സ് ഓർ കൺഫേം ആണോ? കൺഫേം ആണ്. 8 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്റർ. ഓക്കെ, ഈ 8 വർഷം എന്ത് കമ്മിറ്റ്മെന്റ് ആണ് MG തരുന്നത്? 8 വർഷത്തിന് അല്ലെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്റർ. എന്തൊക്കെയാണ് അവർ എന്ത് സംഭവിച്ചാലും റീപ്ലേസ് ചെയ്ത് തരും. എന്ത് സംഭവിച്ചാലും റീപ്ലേസ്മെന്റ് ആണ്. അതായത് ഇപ്പൊ എനിക്ക് റീപ്ലേസ്മെന്റ് കിട്ടിയല്ലോ, ഞാൻ പറഞ്ഞു എത്ര രൂപ പേ ചെയ്തെന്ന്? ഒന്നും പേ ചെയ്തില്ല. ബാറ്ററി റിലേറ്റഡ് അല്ല. ഈ ഒരു MG-യുടെ സർവീസ് സെന്റർ എങ്ങനെയുണ്ട് അവരുടെ റെസ്പോൺസ്? നല്ലതാണ്. നന്നായിട്ട് അവര് ഇപ്പം മാർക്കറ്റ് നല്ല കോമ്പറ്റീറ്റീവ് ആണല്ലോ, സർവീസ് നല്ലതാവാതിരിക്കാൻ പറ്റില്ല. എന്തായാലും സർവീസ് വളരെ ഹാപ്പിയാണ്. ഓക്കെ, നമ്മുടെ ഈ സർവീസിങ്ങിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. സാധാരണ സർവീസിങ്ങിൻ്റെ ഇൻ്റർവെൽസ് വരുന്നത് എത്ര കിലോമീറ്ററിനുള്ളിലാണ് ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ അടുത്ത സർവീസ് വരുന്നത്? എങ്ങനെയായിരുന്നു? 1000 എന്തോ അവർ വിളിച്ചെടുത്തോണ്ട് പോയി. പിന്നെ എനിക്ക് തോന്നുന്നത് 5000 അതൊന്ന് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം അപ്പം ഇത് സർവീസിനെ കുറിച്ച് തന്നെ ഓർക്കുന്നില്ല, കാരണം സർവീസ് അവർ ഇവിടെ വന്നിട്ടുള്ള എടുത്തോണ്ട് പോവാണ്. അത് മറ്റേ അതൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ടോ? മഹേന്ദ്ര എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ട്. ആസ് എ ഡ്രൈവർ അല്ലെങ്കിൽ ആസ് എ റെഗുലർ യൂസർ, വൈഫാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആസ് എ യൂസർ എന്ത് മാറ്റമാണ് MG കൊമറ്റിൽ വരുത്തേണ്ടത്? ഓട്ടോമാറ്റിക് വണ്ടി എന്ന നിലയ്ക്ക് നമുക്ക് ഏറ്റവും ആവശ്യം ഡെഡ് പെഡൽ എന്ന് പറയും. ഡെഡ് പെഡൽ നമ്മുടെ ഇടത്തേക്കാൾ നമ്മൾ ക്ലച്ച് ചവിട്ടുന്നില്ല, നമ്മളെ ലെഫ്റ്റ് ലെഗ് ഒരു സ്ഥലത്ത് വെറുതെ വെക്കണം. അതിനൊരു ഡെഡ് പെഡലിൻ്റെ ആവശ്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്, കാരണം ഇവർ സ്പേസ് കുറേ കിട്ടാൻ വേണ്ടി. എനിക്ക് അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പം നമുക്കൊരു ലോങ് ട്രിപ്പിനുള്ള വണ്ടിയല്ല, അതുകൊണ്ട് എനിക്ക് അതൊരു ഇടത്തേക്കാല് അങ്ങനെ വെക്കുന്ന കൊണ്ട് ഒരു ഡെഡ് പെഡൽ ഇല്ലാതെ ഞാനും ഓടിക്കുന്നുണ്ടല്ലോ. ഡെഡ് പെഡൽ ഇതിന് ആക്ച്വലി യൂസ് വരുന്നില്ല. കാര്യം ഇതിന്റെ അപ്രൈറ്റ് സിറ്റിംഗ് സെഡാനിൽ, എൻ്റെ മറ്റേതില് സെഡാനിൽ ഡെഡ് പെഡൽ വരണം. കാരണം നമ്മൾ കുറേ കൂടെ താഴ്ന്ന് നിലത്തിരിക്കുന്നു, കാല് നീണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് എവിടെ അപ്പോഴാണല്ലോ നമുക്ക് റെസ്റ്റിങ് വേണ്ടത്. ഇത് നമ്മൾ ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാലെങ്ങനെ നിലത്തോട്ടിരിക്കുന്നു ആ ഒരു പെർപെൻഡിക്കുലർ ആംഗിളിലാണ് ഫുട്ട് ചെയ്യുന്ന നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഫ്ലാറ്റ് ആണ്. ഓക്കെ, പോലും വേണമെന്ന്. എന്തെങ്കിലും ചേഞ്ചസ് എനിക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. നമുക്ക് ഒരു ഹോൾഡർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു
നടുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ കപ്പ് ഹോൾഡർ ഒരു 1 ലിറ്ററിൻ്റെ ഒക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് ഞാനിപ്പോൾ ചിന്തിച്ചെടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഐ എം വെരി മച്ച് ഹാപ്പി വിത്ത് ദിസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കോൺഷ്യസ് ആവുന്ന ഒരു കാര്യം, അത് വേണം. ഒരു കുഞ്ഞു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഡോർ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് ഇച്ചിരി ഹെവി ആയിട്ട് ചില സമയത്ത്, ബിക്കോസ് ഞാൻ പിള്ളേരും ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് കൊച്ചു സ്പോക്ക് സ്റ്റിയറിംഗ് വീല് അത് നമ്മൾ പിടിക്കുമ്പോൾ ആ ഒരു കംഫർട്ട് തോന്നുന്നുണ്ടോ? ആ ഒരു സ്റ്റിയറിംഗിന് ഞാൻ കംഫർട്ടാണ്, ഭയങ്കര സ്മൂത്ത്. 2 ഇഞ്ചിൻ്റെ 2 ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ വരുന്നത്. ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ക്ലസ്റ്റർ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ടയർ പ്രഷർ കാണിക്കാനും അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ഇത്ര വലിയ ഒരു സൈസ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഈ ഇന്റീരിയർ ലുക്ക് വരെ ഒരു ഹൈഫൈ ലെവലിൽ ഒരു വണ്ടിയുടെ ലുക്സ് ആണ് നമുക്ക് അല്ലെ കിട്ടുന്നത്. നമ്മളെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പ്ലേ മോഡൽ തൊട്ടാണ് ഇത് വരുന്നത്. ആ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വേണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്ലേ എടുത്തത്. അല്ലെങ്കിൽ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് നോക്കണേ ബേസ് മോഡൽ. ഈ വണ്ടിയുടെ ബേസ് മോഡൽ എന്നാ പ്രൈസ് വരുന്നുണ്ട്? വണ്ടിക്ക് എത്ര രൂപ? ഞാൻ ഓൺ റോഡ് ഇറക്കുമ്പോൾ 9.75 ആയി. 9.75 lakhs. ഇപ്പം കുറഞ്ഞു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ബേസ് മോഡൽ എനിക്ക് തോന്നുന്നു ഒരു 8.5-നോ 8.6-നോ കിട്ടുമായിരുന്നു. ഏറ്റവും ബേസ് മോഡൽ കിട്ടുന്ന ആ ഒരു പ്രൈസ്. പിന്നെ 8.5 lakhs ആണ്. 8.5 ഇന്നിപ്പോൾ കുറഞ്ഞു. ഇപ്പോഴത്തെ എനിക്ക് എക്സാക്ട് അറിയില്ല. ഓക്കെ. എന്നിരുന്നാലും ഈ മോഡലിലേക്ക് പോകാൻ കാര്യം, ബേസ് മോഡലിന് മറ്റേ അനലോഗ് ഒരു സ്റ്റിയറിങ്ങിൻ്റെ അവിടെ എന്തോ ഒരു ഇത് മാത്രമേ വരത്തുള്ളൂ. ഇത് ആ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരും. ബട്ട് ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഷോറൂമിൽ നിന്ന് ഇറക്കി പുറത്ത് കൊണ്ടുപോയി ഇപ്പം നമ്മളൊരു ഹുണ്ടായി വെന്യൂ അല്ലെ വേറെ ഏത് പെട്രോൾ വണ്ടി എടുത്താലും നമുക്ക് പോയി ഒരു സ്ക്രീൻ കയറ്റാം, സ്പീക്കർ ആഡ് ചെയ്യാം. ഇലക്ട്രിക് വണ്ടിയിൽ ഇറ്റ്സ് നോട്ട് അലൗഡ്. നമ്മൾ ഒരു രീതിയിലുള്ള ടാമ്പറിങ്ങും വയറിങ്ങിലൊന്നും വരുത്താൻ പാടില്ല. അപ്പോൾ എടുത്തപ്പോൾ ഈ സ്ക്രീനും കൂടെ വേണം, കാരണം ഇതിനി എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്ന്. അപ്പം സ്ക്രീനും കൂടെ വേണം എന്നോർത്ത് സെക്കൻഡ് വേരിയൻ്റ് എടുത്തു. ഫുൾ ഓപ്ഷനിലേക്ക് ചിന്തിച്ചപ്പം ഇതുമായിട്ട് അതിന് ആകെയുള്ള ഡിഫറൻസ് കീലെസ് എൻട്രി ആണ്. പിന്നെ പുഷ് ബട്ടൺ അല്ല, ഇത് തിരികെ തന്നെ കിട്ടണം. മറ്റേതിന് ബ്രേക്ക് പ്രസ് ചെയ്തുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ എനിക്ക് അത് നമുക്ക്